ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോണത്, വിശദീകരിക്കാൻ പോണത് ഗ്രഹയോഗങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം കേസരി യോഗം പറഞ്ഞു, ഇപ്രാവശ്യം പറയാൻ പോണ അഖണ്ഡ സാമ്രാജ്യ യോഗം. അതാണ് അഖണ്ഡ സാമ്രാജ്യ യോഗം. ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ജാതകത്തിൽ ഈ യോഗമുണ്ട്. ഏത്? അഖണ്ഡ സാമ്രാജ്യ യോഗം. ഈ ഗ്രഹനിലയിൽ എങ്ങനെയാണ് ഈ യോഗം ഉണ്ടാവുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ലഗ്നം സ്ഥിരരാശികളായ ഇടവോ ചിങ്ങോ വൃശ്ചികോ കുംഭമായിരിക്കണം. ആ ഗ്രഹനിലയിൽ ഈ ലഗ്നം സ്ഥിരരാശിയായിരിക്കണം. സ്ഥിരരാശി എന്ന് പറയുമ്പോൾ ഇടവോ ചിങ്ങോ വൃശ്ചികോ കുംഭമായിരിക്കണം. രണ്ടാം ഭാവാധിപനോ 9ാം ഭാവാധിപനോ 11ാം ഭാവാധിപനോ പക്ഷബലമുള്ള ബലവാനായ ചന്ദ്രന്റെ കേന്ദ്രങ്ങളിൽ നിൽക്കണം. അതായത് ചന്ദ്രന്റെ 1-ലോ 4-ലോ 7-ലോ 10-ലോ നിൽക്കണം. പിന്നെ ലഗ്നാൽ 2ാം ഭാവാധിപന്റെയോ 5ാം ഭാവാധിപന്റെയോ 11ാം ഭാവാധിപന്റെയോ അധിപനായിട്ട് വ്യാഴം വരണം. ഈ 3 കാര്യങ്ങളും ഒത്ത് ഗ്രഹനിലയിൽ വന്നാൽ അയാൾക്ക്, ആ ജാതകന് അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന് പറഞ്ഞ ഒരു യോഗം ഉണ്ടാവും. ഈ മോഡിജിയുടെ ജാതകത്തിൽ ലഗ്നം സ്ഥിരരാശിയാണ്. അതായത് വൃശ്ചിക രാശി സ്ഥിരരാശി. 2ാം ഭാവാധിപൻ ബലവാനായ ചന്ദ്രന്റെ 4-ൽ നിൽക്കുന്നു. ഇനി ലഗ്നാൽ 2ാം ഭാവാധിപന്റെയും 5ാം ഭാവാധിപന്റെയും അധിപനായിട്ട് വ്യാഴം വന്നേക്കുന്നു. അപ്പൊ ഇത് 3ഉം ഒത്ത് വന്നേക്കാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ജാതകത്തിൽ അഖണ്ഡ സാമ്രാജ്യ യോഗം ഭവിച്ചിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ഈ അഖണ്ഡ സാമ്രാജ്യ യോഗത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഈ യോഗമുള്ളവർക്ക് എവിടെയും ഒരു മാന്യതയും ഉത്കൃഷ്ട സ്ഥാനങ്ങളും ലഭിക്കും. എവിടെ? മറ്റുള്ളവരാൽ ബഹുമാനിതരാകും. സാമ്രാജ്യ അധികാരം, ഈ രാജ്യത്തിന്റെ അധികാരം വന്നു ചേരും. വിവിധ സാമ്രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും അനുമോദനങ്ങളും അംഗീകാരങ്ങളും പ്രശംസകളും തേടിയെത്തും. പുറമെ വിരോധമുള്ളവർ പോലും മനസ്സാ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. പുറമെ വലിയ വിരോധമൊക്കെ ആയിരിക്കും, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളില് വലിയ ആദരവും വലിയ ഇതൊക്കെ ഉണ്ടാവും അവർക്ക് ഇദ്ദേഹത്തിനോട്. നല്ല ആജ്ഞാശക്തിയുള്ളവരായിരിക്കും. മറ്റുള്ളവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടാകും. മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവും ശക്തിയും ഉണ്ടാകും. ഈ ഗ്രഹനിലയിൽ തന്നെ അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവും, ദീർഘായുസാവും. ഇനി ഈ ഗ്രഹനിലയിൽ തന്നെ എങ്ങനെ ഉള്ളവർക്കാകും ഇത് അനുഭവത്തിൽ വരിക എന്ന് നമുക്ക് നോക്കാം. ലഗ്നാധിപൻ ശത്രു ക്ഷേത്രത്തിൽ നിൽക്കരുത്. മോഡിജിയുടെ ജാതകത്തിൽ ലഗ്നാധിപൻ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്, വൃശ്ചിക രാശിയിൽ. വ്യാഴത്തിന്റെയും ചന്ദ്രന്റെയും കൂടെ ശത്രുക്കൾ യോഗം ചെയ്യരുത്. അവർ ശത്രു ക്ഷേത്രത്തിൽ നിൽക്കരുത്. ഇദ്ദേഹത്തിന്റെ ഗ്രഹനിലയിൽ വ്യാഴം കുംഭൻ രാശിയിൽ ഒറ്റയ്ക്ക് ശനിയുടെ, ഇദ്ദേഹത്തിന് സമനായ ശനിയുടെ ക്ഷേത്രത്തിൽ ഒറ്റയ്ക്ക് നിൽക്കണം. ഇനി ചന്ദ്രൻ ബലവാനായിരിക്കണം. ശത്രു ക്ഷേത്രത്തിലോ ശത്രുവിന്റെ യോഗമോ പാടില്ല. മോഡിജിയുടെ ഗ്രഹനിലയില് ചന്ദ്രൻ നീചഭംഗ രാജയോഗം ചെയ്ത് 9ാം ഭാവാദിത്യം വഹിച്ച് ബലവാനായിട്ട് ചന്ദ്രന്റെ ബന്ധുവായ ചൊവ്വയുടെ കൂടെ ചൊവ്വയുടെ ക്ഷേത്രമായ വൃശ്ചികത്തിൽ നിൽക്കണം. വ്യാഴവും ചന്ദ്രനും ലഗ്നത്തിന്റെയും ലഗ്നാധിപന്റെയും ശത്രുക്കളാവരുത്. അപ്പോൾ അവർ നിൽക്കുന്ന ശത്രു ക്ഷേത്രത്തിലാവരുത്, അവരുടെ ശത്രുക്കളാവരുത് ലഗ്നവും. ഇവിടെ ചൊവ്വയാണ് ലഗ്നാധിപൻ. ചൊവ്വ ചന്ദ്രന്റെ വ്യാഴത്തിന്റെ ബന്ധുവാണ്. അത് വ്യാഴവും ചന്ദ്രനും നിൽക്കുന്നതും ശത്രു ക്ഷേത്രത്തിലല്ല. അങ്ങനെ ഈ യോഗത്തിന്റെ, അഖണ്ഡ സാമ്രാജ്യ യോഗത്തിന്റെ മുഴുവൻ ഫലങ്ങളും ഇദ്ദേഹത്തിന്
സിദ്ധിക്കുന്നു. അതാണ് അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന് പറയുന്ന ഒരു യോഗം. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ നമ്മുടെ മോഡിജിയുടെ ഈ ഗ്രഹനിലയുടെ ഒരു കോപ്പി, ഗ്രഹനില അദ്ദേഹം 17/9/1950 ജനിച്ചു, 12/9 പകല് ജനിച്ചു, വഡോദരയിലാണ് ജനിച്ചത്. അതിൻ്റെ ഒരു ഗ്രഹനിലയുടെ ഒരു കോപ്പി നമ്മളിവിടെ വച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നമ്മൾ പറയാൻ പോണ നമുക്ക് എല്ലാവർക്കും വളരെ സുസമ്മതനായ സ്നേഹമുള്ള നമ്മുടെ രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റായിരുന്നു, അതുപോലെ പ്രതിപക്ഷ നേതാവായിരുന്നു, ചെറുപ്രായത്തിൽ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രഹനിലയാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത്. അദ്ദേഹത്തിന് അഖണ്ഡ സാമ്രാജ്യ യോഗം ഉണ്ട്. അപ്പൊ അതെങ്ങനെ അദ്ദേഹത്തിന് ഭവിച്ചേക്കണം, എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും, എന്താ ഇതൊക്കെ കിട്ടാൻ വൈകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത ഇതിൽ അദ്ദേഹത്തിന് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ ചാനല് നിങ്ങൾ ഇതുവരെ കാണാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.